ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കൊരു പുതിയ ദിവസം കൂടി കർത്താവ് അനുവദിച്ച് നൽകിയിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ സദൃശവാക്യങ്ങളിൽ നിന്നല്ല, സങ്കീർത്തനത്തിൽ നിന്നാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. സങ്കീർത്തനം 34 അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം: അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. സങ്കീർത്തനക്കാരനായ ദാവീദ് ഇത് എഴുതിയ സാഹചര്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. സ്വന്തം മകൻ്റെ മുമ്പിൽ നിന്ന് ബുദ്ധിഭ്രമം നടിച്ച് ഓടിപ്പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ദാവീദ് ഇത് എഴുതിയിട്ടുള്ളത്. ദാവീദിൻ്റെ ആ ഒരു വാക്യം നമുക്കെപ്പോഴും വളരെയധികം പ്രത്യാശ നൽകുന്നതും ബലം നൽകുന്നതും ദൈവത്തിൽ കൂടുതൽ ആശ്രയം നൽകുന്നതുമായ ഒരു വാക്യമാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ലജ്ജിച്ചു പോകുവാനായിട്ട് ഒരു മകനും ഒരു മകൾക്കും ഇന്ന് വരെ ഇടയായിട്ടില്ല. നമ്മുടെ ദൈവം അത്ര വിശ്വസ്തനും അത്ര മഹത്വവാനുമാണ്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അവൻ്റെ പ്രകാശം നമ്മളിലേക്ക് പകരും എന്നല്ലാതെ ഒരിക്കലും നമുക്ക് ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കുവാനായിട്ട് ഇടയാകുന്നതല്ല. ഇതേ സങ്കീർത്തനം എഴുതിയ ദാവീദ് എഴുതിയ മറ്റൊരു സങ്കീർത്തനമാണ് 69-ാം അധ്യായം. 69-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുള്ളതും എപ്പോഴും മനസ്സിലൊരു പ്രാർത്ഥനയായിട്ട് ഞാൻ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതുമായൊരു വാക്യമാണ്. അത് ഇപ്രകാരം: സൈന്യങ്ങളുടെ യഹോവയായ കർത്താവേ, നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ. ഇസ്രായേലിൻ്റെ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവർ എൻ്റെ നിമിത്തം നാണിച്ചു പോകരുതേ. നമുക്ക് അറിയാം, ദൈവത്തെ നോക്കിയവർ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയവർക്ക് ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ഇടയാകുന്നില്ല. എന്നാൽ കർത്താവിനെ അറിഞ്ഞ് വിശ്വസിച്ച് അവൻ്റെ മക്കളായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ മുഖത്തേക്ക് കർത്താവിനെ അന്വേഷിക്കുന്ന മറ്റൊരാൾ നോക്കുമ്പോൾ അവർക്ക് ലജ്ജിച്ചു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടോ? അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും, നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത്, ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നമ്മൾ വീട്ടിലായിരുന്നാൽ, എവിടെയായിരുന്നാലും നമ്മളോട് കൂടെയുള്ള വിശ്വാസികളായിക്കോട്ടെ അവിശ്വാസികളായിക്കോട്ടെ, നമ്മൾ നിമിത്തം ഒരു പ്രയാസങ്ങളുണ്ടാകാതെ വണ്ണം ഏറ്റവും സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമുക്കറിയാം, പല സ്ഥലങ്ങളിലും സത്യസുവിശേഷത്തിൻ്റെ വാതിലടഞ്ഞു പോകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സഭയിൽ രക്ഷിക്കപ്പെട്ടു വിശ്വാസികളായിട്ടുള്ള ആളുകൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട കൂട്ടത്തിലുള്ള പല സഹോദരങ്ങളും നയിക്കുന്ന സാക്ഷ്യമില്ലാത്ത ജീവിത നിമിത്തമാണ്. പല സ്ഥലങ്ങളിലും സുവിശേഷം പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യം: ഇന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലല്ലേ ഉള്ളത്, അവരെങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത് നമുക്കറിയാമെന്ന്. പല വിശ്വാസികളും മദ്യപാനികളായിട്ടാണ് ജീവിക്കുന്നത്. പല വിശ്വാസികളും പല ദുർമാർഗത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാം, മറ്റൊരു സ്ഥലത്ത് ചെന്നിട്ട് നമുക്കൊരു സുവിശേഷം അറിയിക്കാൻ സാധിക്കാതെ പോകുന്നു. അല്ലെങ്കിൽ സത്യദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് കടന്നു വരുന്ന പലരും സഭയിലേക്ക് വന്നു കഴിയുമ്പോൾ കാണുന്നത് സഭയിലുള്ള തർക്കങ്ങളാണ്. സ്ഥാനത്തിന് വേണ്ടിയിട്ട്, അതുപോലെ സമ്പത്തിൻ്റെ പേരിൽ, അതുപോലെ വേർതിരിവിൻ്റെ പേരിൽ നടക്കുന്ന അടികളാണ്, സഭയിൽ നടക്കുന്ന അടികളാണ്. അപ്പോൾ പലരും പറയുന്നൊരു കാര്യം, ഇതിലും ഭേദം ഞങ്ങൾ നിൽക്കുന്ന കൂട്ടത്തിൽ തന്നെ നിൽക്കുന്നതാണ് എന്ന്. ഇത്രയ്ക്ക് പ്രശ്നം അവിടെ ഇല്ല എന്ന്. അപ്പോൾ വിശ്വാസികൾ എന്ന് പേർ പറയുന്നവരുടെ ജീവിതത്തിലെ സാക്ഷ്യമില്ലായ്മ മൂലം അവിടെ സത്യവിശ്വാസികളായിട്ട് നിൽക്കുന്ന പലർക്കും ലജ്ജിച്ചു പോകേണ്ടതായിട്ട് ഇടവരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും എവിടെ ഏത് സാഹചര്യത്തിലായിരുന്നാലും, എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യക്കുറവ് മൂലം, എൻ്റെ ജീവിതത്തിലൊരു പ്രവൃത്തി മൂലം, എൻ്റെ ജീവിതത്തിലെ വാക്കുകൾ മൂലം മറ്റൊരാൾക്ക്, കർത്താവിനെ അന്വേഷിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ഇടയാകുകയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഞാനായിട്ടുണ്ടാക്കുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായൊരു തീരുമാനമെടുത്തിട്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് നമ്മൾ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്ക് എഴുതുന്ന ദൂതിൽ 2 സഭകളോട്, ഫിലദൽഫിയയിലെ സഭയോടും അതുപോലെ സ്മുർണയിലെ സഭയോടും പെർഗമോസിലെ സഭയോടും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പെർഗമോസിലെ സഭയോട് പറയുന്നൊരു കാര്യം: നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ളയിടം എന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിൻ്റെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ച് കളഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കത് വളരെ ഉറപ്പോടുകൂടി മുറുകെ പിടിക്കാവുന്നൊരു വാക്യമാണ്. എത്ര പ്രതികൂലമായ സാഹചര്യമായിക്കൊള്ളട്ടെ,
പ്രവർത്തിക്കട്ടെ. സാത്താൻ പാർക്കുന്ന ഇടത്ത് തന്നെ കർത്താവിനെ തള്ളിക്കളയാതെ, കർത്താവിനുള്ള വിശ്വാസം നിഷേധിച്ച് കളയാതെ ഉറപ്പോടെ ധൈര്യത്തോടെ നിന്ന ഒരു കൂട്ടം വിശ്വാസികളെ നമുക്ക് പെർഗമോസ് സഭയിൽ കാണാം. അതുപോലെ ലവോദിക്യ സഭയിൽ പറയുന്ന ഒരു കാര്യം, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. അപ്പോൾ അല്പമേ ശക്തിയുള്ളൂ. പലരും ചിലപ്പോൾ വളരെ ബലഹീനരായിരിക്കാം, ശക്തി കുറവായിരിക്കാം. പക്ഷേ അവർ കർത്താവിനെ നിഷേധിച്ച് കളയാതെ അവൻ്റെ വചനത്തിൽ മുറുകെ പിടിച്ച് അവർ കേട്ടത് അധികം ശ്രദ്ധയോടെ കാത്ത് വചനം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ച് ആ വചനത്തിൽ നിലനിന്ന ഒരു ജീവിതസാക്ഷ്യമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തെക്കുറിച്ചും എല്ലാവർക്കും പറയാനുണ്ടാകേണ്ട ഒരു സാക്ഷ്യം ഇതുപോലെയായിരിക്കണം. അവരായിരിക്കുന്ന വളരെ കടുത്ത പ്രതിസന്ധിയിലാണെങ്കിലും എത്ര പ്രതികൂലമായ സാഹചര്യത്തിലാണെങ്കിലും അവരൊരിക്കലും കർത്താവിനെ തള്ളി പറഞ്ഞിട്ടില്ല എന്ന്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇയ്യോബിനെ മാതൃകയാക്കാനായിട്ട് ഇക്കാര്യങ്ങൾ സാധിക്കും. ഇയ്യോബ് മാത്രമല്ല, ഈ സഭകളിലൊക്കെയും പലരെയും ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും അതുപോലെ ആയിത്തീരാനായിട്ട് സാധിക്കും. അതിന് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഈ വചനങ്ങളെ പാലിക്കുവാനായിട്ട്, അതിനായിട്ട് നമ്മളുടെ ശ്രദ്ധ നമ്മൾ കർത്താവിനെ തന്നെ നോക്കി അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ പ്രകാശം, നമുക്കറിയാം മോശ ദൈവത്തോടു കൂടെ ഇരുന്നപ്പോൾ തിരിച്ചിറങ്ങി വന്നപ്പോഴും മോശയുടെ മുഖത്തെ തേജസ് നിമിത്തം ജനത്തിന് മോശയെ നോക്കാൻ കഴിയാതെ മോശ മൂടുപടം ഇട്ടൊരു സാഹചര്യമുണ്ടായിരുന്നു. അപ്രകാരം നമ്മൾ കർത്താവിനെ തന്നെ നോക്കിയാൽ, കർത്താവിലേക്ക് നമ്മുടെ പ്രത്യാശ വെച്ചാൽ ആ തേജസ് നമ്മളിലേക്കും പകർന്നു കിട്ടും. നമ്മളെ കാണുന്നവർക്ക് കർത്താവിനെ കാണുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യം, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രോമിസാണത്. എത്ര പ്രതിസന്ധികൾ വന്നാലും നീ എൻ്റെ വചനം മുറുകെ പിടിച്ചാൽ ഞാൻ നിന്നെ കാത്തുകൊള്ളുമെന്ന്. അതാണ് കർത്താവ് പറഞ്ഞ് അവങ്കിലേക്ക് ദാവീദും ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടാണ് ദാവീദും പറഞ്ഞ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന്. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഈ വചനങ്ങളെ പാലിക്കാനായിട്ട് കർത്താവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. നമുക്ക് എപ്പോഴും അതൊരു സങ്കീർത്തനക്കാരൻ 69:6 പറഞ്ഞതുപോലെ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ. ഇസ്രായേലിൻ്റെ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവർ എൻ്റെ നിമിത്തം നാണിച്ചു പോകരുതേ. നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിലെ സ്ഥലത്ത് ഏറ്റവും സാക്ഷ്യത്തോടെ, ഏറ്റവും വിശ്വസ്തയോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നുകൊണ്ട് കർത്താവിൻ്റെ ആ തേജസ്സിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരായിട്ട് നിൽപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ദൈവം നാമം മഹത്വപ്പെടുമാറാകട്ടെ.